ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണം എഴുന്നേക്കണമെങ്കിൽ. അല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റൂലായിരുന്നു. ഞാനിവിടെ വരുമ്പോ എൻ്റെ ഒരു മുട്ട് വളയില്ല. എനിക്ക് താഴ്ത്തിരിക്കാൻ പറ്റില്ല. മുട്ട് കുത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ മുട്ട് കുത്തണത്. എഴുന്നേൽക്കണത് അതിനേലും വിഷമിച്ചാണ് എഴുന്നേൽക്കണത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താഴത്ത് എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഒത്തിരി അയവുള്ള മാതിരി തോന്നുന്നുണ്ട്. നടക്കുമ്പോൾ ഒന്നും ഒരു പിടുത്തമില്ലാത്ത മാതിരി, ആകെ ഒരു ലൂസായ മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. നടക്കുമ്പോൾ ഒരു ബലം പിടുത്തം അതൊന്നും വേണ്ട. നന്നായിട്ട് നടക്കാനായിട്ടുള്ള ഒരിത് തോന്നിക്കുന്നുണ്ട്. ഇപ്പൊ കാല് ശരിക്കും നന്നായിട്ട് മടങ്ങുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഒത്തിരി ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട്. ഫേസ്ബുക്ക് കൂടി ഇത് കേൾക്കുന്നതിന്റെ പേരിൽ എന്തായാലും നമുക്ക് ആരംഭിച്ചിട്ടില്ലേ ഉള്ളൂ. എന്തായാലും ഈ നല്ലൊരു മോചനം വേദനകളിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വന്നത്. കാല് ഒരെണ്ണം വലിച്ച് പിന്നെ മുട്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മാതിരിയാണ് ഞാൻ നടന്നു വന്നത്. ഞാൻ പറയണത് എത്രയും പെട്ടെന്ന്, കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ട്. മുട്ടുവേദനയും കൊണ്ട് സഹികെട്ടുന്ന വേദന കൊണ്ടും ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. അവരോട് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കണ്ട് ഇതിനൊരു പരിഹാരം അവർക്ക് വേഗം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിപ്പോൾ വന്നിട്ട് എനിക്ക് അത്രയും എൻ്റെ മുട്ട് ഒട്ടും മടക്കാൻ പറ്റാത്ത മുട്ട് എനിക്ക് ശരിക്കും ഇപ്പം മടക്കാം. അപ്പൊ എനിക്ക് താഴ്ത്തിയിരിക്കാൻ ഇനി നാളെ സാധിക്കും എന്നുള്ളൊരു സന്തോഷം. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണം എഴുന്നേക്കണമെങ്കിൽ. അല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റൂലായിരുന്നു. എവിടെയെങ്കിലും പിടിച്ചാണ് ഞാൻ എഴുന്നേക്കണത്. അതെൻ്റെ ഹസ്ബൻഡിന് അറിയാം. ഇതൊക്കെ എങ്ങാനും ഇച്ചിരി താന്നെങ്ങാനും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പിടിക്കണേനെ എനിക്കില്ലെങ്കിൽ. ഇങ്ങനെ കാണിച്ച മുട്ടും മടക്കി നിർത്തിയൊക്കെ ചെയ്തപ്പോൾ സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ള എത്രയും പെട്ടെന്ന് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക. നമ്മുടെ വല്ലയിടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. അല്ലെങ്കിൽ ഇതേമാതിരത്തെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ട് അവിടെ എത്രയും പെട്ടെന്ന് കണ്ട് ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ എന്തുമാത്രം കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി ഈ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് വന്ന് ചെയ്യാനാണ് ഞാൻ പറയുന്നത്.